വലതുവശത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടോ? അവളാണ് തൃത്ത. ഇൻസ്റ്റാഗ്രാമിൽ അവളുടെ പേര് തത്തമ്മ കുട്ടി. ഇടതുവശത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്നവളാണ് മാളവിക. ടിക്ടോക്ക് വൈറൽ മാത്രമാണ് അവളുടെ ലക്ഷ്യം. ടിക്ടോക്കിൽ അവളുടെ പേര് വൈറൽ മാള്. അവളുടെ തൊട്ടു പുറകിൽ ഫ്ലൂറസെന്റ് ബൾബ് കത്തുന്നത് പോലെ നിൽക്കുന്നവരെ കണ്ടോ? അവനാണ് അഭിനന്ദ്. ഇത്ര നല്ല പേരാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അവനിട്ടിരിക്കുന്ന പേരാണ് കുക്കു. പേര് പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവനൊരു ദുരന്തമാണ്. വലതുവശത്ത് പുറകിൽ നിൽക്കുന്നവനാണ് കേശവൻ കുട്ടി. ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കും ഷെയറും കിട്ടാനുള്ള പെടാ പാടിലാണ്. അവന്റെ ഇൻസ്റ്റാ പേരറിയോ നിങ്ങൾക്ക്? KK റോമിയോ. ആളൊരു റൊമാൻസ് പ്രിയനാണ്. കലിപ്പാണ് ആസ്ഥാന ഭാവം. നിങ്ങളൊക്കെ എന്ത് ദുരന്താണോ? നിങ്ങളിപ്പോഴും ഹണിമണിയിട്ട് തുള്ളി കളിച്ചോ? ആ MJ ചിക്കൊക്കെ വൈറലാ. അവൻ വേറെ ലെവലാണ് കേട്ടോ. പഠിക്കുന്ന വലിയ സ്ഥലത്താണ്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലേ. ഹൈറ് നടക്കുന്ന മോളി നിന്നെ മുതുകത്ത് കഥകിലെ റാണിയാക്കാം. അത് കഴിഞ്ഞോളം ജീവിച്ച് തീർത്താല് ഭൂമിയിലെ സ്വർഗ പൊരയിലാക്കും. കൽക്കണ്ട കണിയെ കരളിന്റെ കൃഷ്ണെ ഉമ്മാന്റെ മരുമോളെ പോരുന്നു നീ. ഞാനൊക്കെ മോനാ നാദാർത്തുന്നാന്ന് പണിയില്ല കുടിയില്ല ചുട്ടല്ല. പണി നല്ല ചോറ ഒരു മുറി പീടിയ ഉമ്മാന്റെ പൊരയുടെ പയ്യാമെന്ന അപ്പോളെ അലക്കിഞ്ഞ മാണ്ട. ബ്രോ വാട്ട് ഡിഡ് യു സേ? അലക്കിഞ്ഞ മാണ്ട. ചെക്കനൊടുക്കത്തെ ലൈക്കാണ് കേട്ടോ. നമ്മുടെ റീൽസ് ഒന്നും വൈറലാവുന്നില്ലല്ലോ. നമ്മളിട്ട ലൈക്കും ഇല്ല, കമന്റ്സും ഇല്ല. നമുക്ക് ആ ചിക്കുനും കൂട്ടി ഒരുമിച്ച് റീൽ എടുത്താലോ? എന്താണ് ഒരു ബഹളം? അയ്യോ കൂട്ടായിക്കോ. എന്താണ്ടാ നിനക്കൊക്കെ ഇവിടെ പരിപാടി? ഇതാരൊക്കെയാ? തൃത്തക്കുട്ടിയോ? മാളും കേശും നിച്ചും ഒക്കെ ഉണ്ടല്ലോ. എന്താ എല്ലാരും കൂടി ഒരു ബഹളം? അത് അപ്പൂപ്പ ഞങ്ങളൊരു റീൽസ് എടുക്കുമായിരുന്നു. അതാണ് ഇവിടെ ഒരു ബഹളം. അല്ല മക്കളെ, ഇതാരൊക്കെ ഈ ചുമരില്? അബി, ഇവിടെ ഉണ്ടായിരുന്ന EMS എവിടെടാ? EMS അതാരാ? ആ കണ്ണട വെച്ച അപ്പൂപ്പനോ? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന സഖാവ് കൃഷ്ണപിള്ള എവിടെടാ? ആരപ്പൂപ്പ? എന്റെ പൊന്നു മക്കളെ, ഇവരൊക്കെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയവരാ. ഇവിടെ ഉണ്ടായിരുന്ന AKG എവിടെടാ? എന്റെ EMS AKG ഒക്കെ കളഞ്ഞിട്ട് എന്റെ ചുമരിൽ കയറിയിരിക്കുന്ന ഇമ്മരൊക്കെ ആരടാ? ഇതൊക്കെ ഞങ്ങളെ ഇൻസ്റ്റയിലെ ഹീറോസ് ആണ്. ഹീറോസ് ആണ് പോലും. അപ്പൂപ്പ അപ്പൂപ്പ ആ ഫോട്ടോ ആരുടെ അറിയോ? ഞങ്ങളുടെ ഫക്രുവാണത്. നമ്മുടെ ചങ്ക് ബ്രോ. അറിയില്ലേ? ഇടടാ പാട്ട്. ഇതൊക്കെയാണല്ലേ നിങ്ങളുടെ ഹീറോസ്? എന്നാ നിങ്ങൾ ഇരിക്കും, നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഹീറോസിനെ പരിചയപ്പെടുത്തി തരാം. മക്കളെ, ഇതാണ് സഖാവ് കൃഷ്ണപിള്ള. ആര്? നിങ്ങൾ ഈ കൊടുങ്കാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കൊടുങ്കാറ്റായി വന്ന് കൊടുങ്കാറ്റായി തന്നെ നിലനിന്ന ഞങ്ങളുടെ സഖാവാണ്. സഖാക്കളുടെ സഖാവാണ് പി കൃഷ്ണപിള്ള. നിങ്ങൾക്കറിയോ, പണ്ട് പല വിഭാഗക്കാരെയും അമ്പലത്തിൽ കയറ്റില്ലായിരുന്നു, മണിയടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതെ, ആ കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ കയറി മണിയടിച്ച സഖാവ് പറഞ്ഞൊരു വാക്കുണ്ട്: ഉശിരുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായര് തലക്കടിക്കും.
കോലമാസ് 43-45 കാലത്തൊക്കെ കോളറയും വസൂരിയും ഒക്കെ ഉണ്ടായിരുന്നു. വസൂര്യോ അതെന്താ പൂപ്പ? അതോ കോവിഡ് വന്നത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതുപോലെ പണ്ട് കാലത്ത് വന്നിരുന്ന ഭയാനകമായ പകർച്ചവ്യാധികളാണ് ഇതൊക്കെ. അപ്പൊ ആ കാലത്ത് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ? ഉണ്ടായിരുന്നു. ആ കാലത്ത് ഞങ്ങളുടെ സഖാവ് ആഹ്വാനം ചെയ്ത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? എല്ലായിടത്തും പോകണം, നിർഭയമായി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അതാണ് ഞങ്ങളുടെ സഖാവ്. മറക്കുകില്ല മായുകില്ല അഗ്നിജ്വാലയായി പടർന്ന ധീരനാം സഖാവ് പിള്ള തന്റെ ജീവിതം. മറക്കുകില്ല മായുകില്ല അഗ്നിജ്വാലയായി പടർന്ന ധീരനാം സഖാവ് പിള്ള തന്റെ ജീവിതം. ചെങ്കൊടി കരുത്തുമായി ഇടിമുഴക്കമായി പടർന്ന വീരനായകൻ സഖാവ് കൃഷ്ണ പിള്ള തന്റെ ജീവിതം. ലാൽ സലാം, ലാൽ സലാം, ധീരനാം സഖാവിനു ലാൽ സലാം. മറക്കുകില്ല മായുകില്ല അഗ്നിജ്വാലയായി പടർന്ന ധീരനാം സഖാവ് പിള്ള തന്റെ ജീവിതം. അപ്പോ ഈ LKG-യോ? LKG അല്ലടാ, AKG. സഖാവ് AK ഗോപാലൻ, പാവങ്ങളുടെ പണത്തലവൻ. പണ്ടുകാലത്ത് ദളിതർക്ക് നടക്കാൻ പാടില്ലാത്ത വഴികളുണ്ടായിരുന്നു. അതെയോ? വടക്കൻ മലബാറിലെ കണ്ടോത്ത് എന്ന സ്ഥലമുണ്ട്. അവിടെ ദളിതർക്ക് വഴി നടക്കാൻ അനുമതിയില്ലാത്ത വഴികളുണ്ടായിരുന്നു. ഇതറിഞ്ഞ സഖാവും സംഘവും നടത്തിയ പ്രക്ഷോഭം അന്ന് കണ്ടോത്തെ കുറുവടി എന്ന പേരിൽ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തി. അതെന്താ അപ്പൂപ്പ ഈ കുറുവടി? അന്നേ സമരം നടത്തിയ സഖാവിനെയും സംഘത്തെയും ജാതി മേലാളന്മാർ കുറുവടി ഉപയോഗിച്ച് അട്ടിച്ചമർത്താൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ആ സംഭവത്തെ കണ്ടോത്തെ കുറുവടി എന്ന് അറിയപ്പെടുന്നത്. എന്നിട്ട് LKG പോരാട്ടം നിർത്തിയോ അപ്പൂപ്പ? ഹേ ഇല്ല, പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിലൊട്ടാകെ അടിച്ചമർത്തപ്പെട്ട തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി മുന്നിൽ നിന്നും പടനയിച്ച നേതാവാണ് നമ്മുടെ സഖാവ് AKG. അപ്പൂപ്പ ഇതിന്റെ ഫോട്ടോ വേറെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ഹെറാബി, നിന്റെ ഇഷ്ടപ്പെട്ട കട്ട്ലറ്റ് കഴിക്കാൻ പോകുന്ന ഹോട്ടലില്ലേ? ഓ, ഇന്ത്യൻ കോഫി ഹൗസ്. അതെ, അക്കാലത്തെ നഷ്ടത്തിലാണെന്ന പേരിൽ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു കോഫി ഹൗസ്. ആ സ്ഥാപനങ്ങളെ അവിടുത്തെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പുതിയൊരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതൊക്കെയാണ് മക്കളെ സഖാവ് AKG. അവയുഗ ഭാരത വർദ്ധിത വിപ്ലവ കഥയുടെ നായകൻ AKG. ഈ നൂറ്റാണ്ടിൻ ഇതിഹാസങ്ങൾ നൽകിയ നിധിയാണ് AKG. നവയുഗ ഭാരത വർദ്ധിത വിപ്ലവ കഥയുടെ നായകൻ AKG. ഈ നൂറ്റാണ്ടിൻ ഇതിഹാസങ്ങൾ നൽകിയ നിധിയാണ് AKG. അപ്പോ ആ കർണാടക അപ്പൂപ്പ? അതാണ് സഖാവ് EMS. ഏലംകുളം മനയിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് കുലപതി. ശൂന്യമായ കൻവാസിൽ ഭാവി കേരളത്തെ വരച്ച സഖാവ്, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഹോ, കേട്ടിട്ട് തന്നെ കോരി തരിക്കുന്നു. നിങ്ങൾക്കറിയോ, അധികാരത്തിൽ കയറി ഒരാഴ്ചക്കകം തന്നെ ചിരകാല സ്വപ്നമായിരുന്ന ഭൂപരിഷ്കരണ നിയമം അദ്ദേഹം നടപ്പിലാക്കി. ഭൂ അല്ലടാ, അങ്ങനെയല്ലടാ ഭൂപരിഷ്കരണ നിയമം. അതെ, ഏക്കർ കണക്കിന് ഭൂമികൾ കൈവശം വച്ച് കർഷകരെ അടിമകളാക്കി ഉപയോഗിച്ചിരുന്നവരാണ് ജന്മികൾ. അവർക്ക് വെല്ലുവിളിയായി അധിക ഭൂമി ഏറ്റെടുത്ത് കർഷകർക്കും പാവപ്പെട്ടവർക്കും കൈമാറാനുള്ള വിപ്ലവകരമായ ആദ്യ നടപടിയായിരുന്നു അത്. അത് മാത്രമല്ല കേട്ടോ, വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം, കുടിയിറക്കൽ നിരോധന നിയമം തുടങ്ങി ഒട്ടനവധി വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ചുക്കാൻ
തൊടാൻ പിടിച്ച നേതാവാണ് സഖാവ് EMS. നമുക്ക് ഇവരെ കുറിച്ചൊന്ന് പഠിച്ചാലോ? ശരിയാ, നമുക്കിനി ഇവരെ കുറിച്ചാവാം വൈറൽ റീൽസുകൾ. നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നു പോയവരെ, ഈ നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനായകരെ, ചോരകൊണ്ടിതിഹാസം രചിച്ച ധീരസഖാക്കളെ, മറക്കുകില്ലൊരു നാടും ഞങ്ങൾ രക്തസാക്ഷികളെ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. ആധുനിക കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിലും ചൂഷണത്തിനിരയായിരുന്ന തൊഴിലാളി കർഷക സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും നമ്മെ മുന്നോട്ടു നയിച്ച ഇവരെ പോലെയുള്ള ഒട്ടനവധി നേതാക്കൾ നമുക്ക് മുന്നിലുണ്ട്. അവരുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അവകാശങ്ങൾ. ആധുനിക സംവിധാനങ്ങൾ കുമിഞ്ഞു കൂടുന്ന ഈ കാലത്ത് എല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാവുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി പോരാടിയവരുടെ ചരിത്രം നാം അറിയാതെ പോകരുത്.